അപ്പോൾ ഒരു പുതിയ ട്രക്കിങ്ങിനുള്ള ഒരുക്കത്തിലാണ്. ഈ മല കയറാൻ പോവാണ്. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ കാഴ്ച എന്തൊക്കെ ഉണ്ട്, നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അൽബഹ മന്ദക്ക റൂട്ടാണ്, ഇവിടെ ടണലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾക്ക് അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. വഴി ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്. പോയി നോക്കാം എന്താണ് വൈബ് എന്ന് അവിടെ എത്തിയിട്ട് അറിയാം. ഇത് 1.5 കയറ്റാണല്ലോ. അടുത്തുനിന്ന് കാണുമല്ലോ. കമോൺ കയറി വാ. ഹലോ, ആടിൻ്റെ പോയി കാട്ടുണ്ടല്ലേ. ഇവിടെ ലൊക്കേഷൻ അങ്ങനെ അറിഞ്ഞില്ല. പോയോക്ക, കൂടുതലൊന്നും ഇല്ല തോന്നുന്നു. 2 കിലോമീറ്റർ. അയ്യോ കതച്ചിട്ട് ഇവർ കതച്ചുകൊണ്ടാണ് 2 കിലോമീറ്റർ ട്രക്കിങ്ങോട്. അപ്പോൾ നമ്മൾ ഈ ലഗേജ് ഉണ്ടായതുകൊണ്ടാടാ. അല്ലോ, റോഡിൽ നിന്ന് ഇത്ര എത്തി. എന്നാ കേൾക്കണോ? വാ പണി പാടി കേസ് ഇങ്ങോട്ട് കയറാം. ലൊക്കേഷൻ നോക്കിയിട്ട് അതിക്രൂരമായിട്ട യാത്ര. ജാതി കയറ്റം. യെസ്, നമുക്ക് ഇന്ന് രാത്രി അവിടെ ടെൻ്റ് അടിക്കാം. അപ്പോൾ ഗെയ്സ്, നമ്മളങ്ങനെ കുന്ന് കയറിക്കൊണ്ടിരിക്കുക. എന്താണ് വൈബ് വെച്ചാൽ പൊളിയോട് പൊളി, അടിപൊളി മോനെ. പാറക്കഷ്ണം എന്തായാലും വന്ന് അടർന്നു പോയതാണ് ഉറപ്പം അല്ലേ മോനെ. ഒരേ പൊളി. നമ്മളെ ഗിൽവാ ചുരം അൽബഹ എന്നുള്ളത്. ഇതാണ്ടോ ബ്ലേഡ് പോലത്തെ കല്ലടാ, ഒരേ പൊളിയാണോ. സ്വർണ്ണം ഉണ്ടാവും അവിടെ അതിൽ. ഷാർപ്പ് ബ്ലേഡ് പോലെ നിൽക്കുക ഈ പാറ, ഓരോരോ പീസ്. പക്ഷെ ഇതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അപാരം ഉറപ്പാണ്. അസല് ബ്ലേഡ് പോലെ വീണ് കഴിഞ്ഞാൽ മസിരിയാള് ജുബിനെ കട്ട് ചെയ്ത പോലെ ആവും അല്ലേ. എന്തല്ലേ ഇവിടെ റൗണ്ടിൽ ഒരു വെറൈറ്റി റൗണ്ട് കല്ലുകൾ. ഇതാ ഇതൊക്കെ കണ്ട അങ്ങനെ തന്നെ ഓരോരോ പീസ് റൗണ്ട് കല്ലുകൾ. നല്ലത് എന്താണ് ഡൈനോസറിന്റെ മുള്ളു പോലെ. ഡൈനോസറിന്റെ പുറം അല്ലേ, പുറം വശം. മിസ്റ്റർ ഷാഗി ടെൻ്റ് അടിക്കുന്നുണ്ട്. കുക്കിങ്ങിനുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. കട്ടൻ ചായയും ബിസ്ക്കറ്റും. അതാണ് ഇന്നത്തെ കുക്കിങ്. അപ്പം രാത്രിക്കത്തെ വൈബും കൂടെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകണം. ഷാജി ടെൻ്റ് അടിച്ചോടെ നിൽക്കാം. അതെ, ഞാൻ അവിടെ കൂടെ റൂമിൻ്റെ റെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. എവിടെ ടെൻ്റ് അടിക്കണം ചില്ലറ പോലുമൊന്നുമല്ല. ഷാജി എന്താ പറയാള്? വിശാലമായ ഒരു ഏരിയ ആണ്. ഇത്ര നല്ലൊരു ഏരിയ അതിന് കിട്ടൂല. വെരി വണ്ടർഫുൾ ആണ് എലാസ്റ്റിക് പ്ലാസ്റ്റിക് ഏരിയ ആണ്. പിന്നെ ഇവിടെ നോക്കിയാൽ ഗിൽവ ചുരം കറക്റ്റ് കാണാം. വേറെ സ്ഥലം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. മന്ദക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് മൽവ വിളിച്ചു. അപ്പോൾ മന്ദക്കും ഗിൽവയും കൂടിയപ്പോൾ മന്ദക്കിന്റെ എമ്മും ഇതും കൂടി എന്താണ് മൽവ ചുരം. മക്കൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിടുക ചരത്തിന്റെ പേരും സ്ഥലത്തിന്റെ പേരൊക്കെ. നമുക്ക് ആ കുന്നണ കയറി നോക്കിയാലോ ഒരു വെറൈറ്റിക്ക്. ചായക്കുള്ള തിരി ബിസ്മില്ല കത്തിച്ചു. തീ പിടിച്ച് മരിച്ചു. കത്തിയില്ലേ? പറച്ചാൻ കാട്ടാട്ടാ. ഇവിടെയൊക്കെ ശരിക്കും ഒരു 5-6 ആളുണ്ടെങ്കിൽ രാത്രി വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കിടന്നോരോ. അവിടെ വെടിവെപ്പ് മാത്രം നോക്കിയാൽ മതി.
അപ്പോൾ ഗൈസ് നമ്മൾ ഓപ്പോസിറ്റ് ആ കുന്നൊന്ന് കയറി ഇവിടെ പറ്റുമല്ലോ നോക്കട്ടെ. വാ, അങ്ങനെ നമ്മൾ കയറി എൻ്റെ മോനെ, അയ്യോ എന്നാ കേൾക്കണോ എന്ത് കഥ. നമ്മൾ നല്ല ഹൈറ്റിലൊന്നും അവിടെ കയറുന്നില്ല, അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളവിടെ ടെൻ്റ് കളിച്ചിട്ടുണ്ട്. കയറിയിട്ട് ഇതാ ഇവിടുത്തെ വ്യൂ. എൻ്റെ മക്കളെ ഇവിടെ ഇരുന്നിങ്ങനെ അങ്ങനെ വൈബാക്കി ഇരുന്നാണ്ടല്ലോ സമയം പോണത്. അത് നമ്മളെ ജബൽ ഷദ ആയില. വൈബ് എന്തല്ലേ അപ്പോൾ ഗൈസ് നമ്മളെ ലൊക്കേഷനൊക്കെ ഗുമ്മായി. ഇനി ബൈ അല്ല, എങ്ങനെ ഉണ്ടായി ലൊക്കേഷന്? അടിപൊളിയാണ്, സൂപ്പർ, അമേസിങ്. വാക്കുകളില്ല.